മെഡിക്കൽ അസ്ട്രോളജിയെക്കുറിച്ച് നേരത്തെ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കോണേ. ബോഡി പാർട്സ് ഒക്കെ അറിയാനും വേണ്ടി കഴിഞ്ഞ വീഡിയോ ഒന്ന് നോക്കിക്കോണേ. അതിൻ്റെ തുടർച്ചയാണ് ഇത്. ജ്യോതിഷം മനസ്സിലാക്കാത്ത ഒരു ഡോക്ടർ ഒരു ഫൂളാണെന്നാണ് പണ്ട് ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങളും ജ്യോതിഷത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അവരൊക്കെ ഈ നമ്മുടെ ഗ്രഹനിലയായിരുന്നു ഇന്നത്തെ സ്കാൻ റിപ്പോർട്ടിന് പകരം ഉപയോഗിച്ചിരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് ഗ്രഹനില നോക്കിയായിരുന്നു രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ സ്കാൻ ചെയ്യുന്നത് പോലെയൊക്കെ. അതിനെ കുറിച്ചൊക്കെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനിയും കുജന് കുറേ അസുഖങ്ങളുണ്ട്. അപ്പോൾ ഈ കുജൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിക്ക് അനുസൃതമായിട്ടായിരിക്കും ഈ ഓരോ അസുഖങ്ങളും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ തന്നെ തീപ്പൊള്ളൽ കുജനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കുജൻ രാശി മാറിയപ്പോൾ എവിടെല്ലാം എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് കണ്ടില്ലേ? അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇടാം. അപ്പോൾ ആ തീപ്പൊള്ളലേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജലരാശിയിലാണ് ഈ കുജനൊക്കെ നിൽക്കുന്നത്, കൂടുതൽ ഈ ചൂടുവെള്ളം വീണ് അങ്ങനെയൊക്കെ ഉള്ള ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ ഭൂരാശിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഒബ്സർവേഷനാണ് ഞാൻ പറയുന്നത്. അതിന് എല്ലാം അങ്ങനെ ആവണമെന്നില്ല. ഒരു നമ്മൾ കണ്ടിട്ടുള്ള ജാതകങ്ങൾ വെച്ചാണ് ഈ പറയുന്നത്. ഇതൊരു പഠിക്കേണ്ട ഒരു കാര്യമല്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഭൂരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ ലോഹങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്നത്, നമ്മൾ കൈ ഇങ്ങനെ പാത്രത്തിൽ തട്ടി പൊള്ളലൊക്കെ ഉണ്ടാകത്തില്ലേ, അതുപോലെയൊക്കെ ഉള്ളത്. പിന്നെ ആയുധങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളത്. അതുപോലെയാണെങ്കിൽ അഗ്നിരാശിയിലാണ് നിൽക്കുന്നതെങ്കിലാണെങ്കിൽ, അല്ലെങ്കിൽ വായുരാശി നിൽക്കുന്നതെങ്കിലാണെങ്കിൽ ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന രീതിയിലുള്ള ഈ തീയും കൊണ്ടൊക്കെ പൊള്ളലേക്കുന്നത്. അതൊന്ന് ഒബ്സർവ് ചെയ്യാമെങ്കിൽ നമുക്ക് മനസ്സിലാവും. കുറേയൊക്കെ കണക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് വേണം ഏത് രോഗമായിരിക്കും, ഒരുപാട് രോഗങ്ങൾ പറയുന്നുണ്ട്, അതിൽ ഏത് രോഗമായിരിക്കും വരിക എന്ന് പറയാം. കൂടുതലും ഈ അശുദ്ധ രക്തം അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ രക്തസംബന്ധമായ അസുഖങ്ങൾ എല്ലാം ഈ കുജനെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് കൂടുതലും. ഇപ്പോൾ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പല പല തരത്തിലുള്ള ക്യാൻസർ. ഇപ്പോൾ കുജനെ സംബന്ധിച്ചതാണെങ്കിൽ ഈ മസിലുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള ക്യാൻസർ അഥവാ സാർക്കോമ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാതെ. പിന്നെ ബ്ലഡ് റിലേറ്റഡ് ബ്ലഡ് ക്യാൻസറും വേണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കുക. പിന്നെ പടർന്നു പിടിക്കുന്നതായിട്ട് മറ്റ് ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും. കുജനെ സംബന്ധിച്ച അവയവങ്ങൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ മസിൽസ്, പിന്നെ ബ്ലഡ്, പിന്നെ ഹെഡ് റിലേറ്റഡ് എല്ലാം തന്നെ. അതുപോലെ പിന്നെ മൂത്രം അങ്ങനെയൊക്കെയുള്ളത്. പിന്നെ അതിൻ്റെയൊക്കെ അവസാന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. മലദ്വാരം, അതുപോലെ അഡ്രീനൽ ഗ്ലാൻസ്, പിന്നെ ഈ കഴുത്ത്, പിന്നെ പ്രത്യുൽപാദന അവയവങ്ങളില്ലേ അതുപോലെ തന്നെ ഈ അസ്ഥിമജ്ജ എന്ന് പറയുന്ന ബോൺ മാരോ, പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അഡ്രിനാലിൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പിന്നെ ഈ നമ്മുടെ നെറ്റിയില്ലേ, അത് മൂക്ക്, ഇടത്തെ ചെവി, മുഖത്തിന് വേറെ ഗ്രഹങ്ങളുണ്ട്, അതും കൂടെ ഓർക്കണം. പിന്നെ ബ്ലാഡറുകളെല്ലാം തന്നെ. അതുപോലെ തന്നെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഇല്ലേ അത്. പിന്നെ യൂട്രസ്, വെയിൻസ്, പിന്നെ RBC, അതുപോലെ തന്നെയാണെങ്കിൽ പെൽവിസ്, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കാത്തപ്പെട്ട അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുജിനെ ഒന്ന് നല്ലോണം അനലൈസ് ചെയ്താൽ മതി, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇനി അസുഖങ്ങളാണെങ്കിൽ അതിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഒന്ന് നോക്കിക്കോണേ. നമ്മുടെ ജോയിൻസിലുള്ള വേദനകൾ, അതുപോലെ തന്നെയാണെങ്കിൽ ഈ മസിലിന് പിടുത്തം, മസിലിന് വേദനകൾ, അതുപോലെ ഈ എല്ലിന് ഒടിവുകൾ, പിന്നെ തുടർച്ചയായിട്ടുണ്ടാകുന്ന മുറിവുകൾ, പ്രത്യേകിച്ച് ഈ സ്പോർട്സ് താരങ്ങൾക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കളികളിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന അങ്ങനെയുള്ള മുറിവുകൾ. അതുപോലെ തന്നെയാണെങ്കിൽ ഈ ആക്സിഡൻസ്, ചെറുതാവാം വലുതാവാം, അതൊക്കെ കുജൻ്റെ ആ സ്ഥിതി അനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും. അതുപോലെ ഈ ചൂട് കുരുവൊങ്ങ, അതുപോലെ ചൂട് കൊണ്ടുള്ള അസുഖങ്ങൾ, നേരത്തെ പറഞ്ഞല്ലോ കുമ്മിള പോലെ വരുന്ന എല്ലാം തന്നെ, സ്മാൾ പോക്സ്, ചിക്കൻ പോക്സ്, പിന്നെ അതുപോലെ മീസിൽസ്, വീക്കം വരുന്ന അസുഖങ്ങളൊക്കെ ഇല്ലേ, അത് വേറെ ഗ്രഹങ്ങളെയും കുറിച്ച് ചിന്തിക്കുമെങ്കിൽ നമ്മൾ കുജനെയും വെച്ചും ചിന്തിക്കണം. മംസ്, പിന്നെ സ്കിൻ റാഷസും, പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പൊള്ളലുകളും, സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും, ബ്ലഡ് സർക്കുലേഷനിൽ പ്രോബ്ലങ്ങൾ, ബ്ലഡ് ക്ലോട്ടിങ് അങ്ങനെയൊക്കെയുള്ളത്, ഹൈ BP, അനീമിയ,
ചിലർക്കാണെങ്കിൽ തുടർച്ചയായിട്ട് തലവേദന വരും. അപ്പോൾ അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുജിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ മതി. മിക്കവാറും കുജിനെ കൊണ്ടായിരിക്കും ആ പ്രോബ്ലം വരുന്നത്. അതുപോലെ തന്നെ മൈഗ്രെയിന്, പെട്ടെന്ന് ഇങ്ങനെ സ്ട്രോക്സ് ഒക്കെ ഉണ്ടാകത്തില്ലേ, ഹാർട്ട് അറ്റാക്ക്, അതും ചിലപ്പോൾ കുജിനെ കൊണ്ട് വരാം. രവിയെ കൊണ്ടും അത് കണക്കാക്കുക. അങ്ങനെ പല ഗ്രഹങ്ങളെ കൊണ്ടും കണക്കാക്കും. എന്നാലും കുജിനെ കൊണ്ടുകൂടി നമ്മൾ നോക്കണം. അൾസേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ലെപ്രസി, അങ്ങനെയുള്ളത്, പൈൽസ്, ഹൈ ബി പി ആയാലും ലോ ബി പി ആയാലും ലൂസ് മോഷൻസ് ഒക്കെ വരത്തില്ലേ, അത് ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ മീൻ രാശിക്കാർക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ സമയത്ത്. അങ്ങനെ ചാരവശാലും നമ്മൾ നോക്കണം. അതുപോലെ സ്കിൻ പ്രോബ്ലംസ്, പിന്നെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കട്ട് ഇങ്ങനെ കറിക്കൊക്കെ അരിയുമ്പോൾ പെട്ടെന്ന് വിരലിനൊക്കെ മുറിവ് വരത്തില്ലേ, അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കുജന്റെ ദശാകാലത്തും അപകാരകാലത്തുമാണ് ഇതൊക്കെ ഈ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യത വളരെയധികം കൂടുതൽ. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലാതുള്ളപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജാതകം പരിശോധിപ്പിച്ചേച്ച് കുജൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ചാരവശാൽ എന്നൊക്കെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അത് ചെറിയ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അതിപ്പോൾ പറയാം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. കറണ്ട് ഷോക്കൊക്കെ അടിക്കത്തില്ലേ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളൊന്ന് നോക്കി വെച്ചിരുന്നാൽ ആ സമയത്ത് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ അറിയാതെ പോയി വീഴുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ മസിൽസും പിന്നെ നേഴ്സും ഒക്കെ സംബന്ധിച്ച പ്രോബ്ലംസ്, തലയുമായിട്ട് സംബന്ധിച്ച പ്രോബ്ലംസ്, ഈ പിത്തരസവുമായിട്ട് സംബന്ധിച്ച പ്രോബ്ലംസ്, അതുപോലെ കരൾ സംബന്ധമായ അസുഖങ്ങൾ, പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഈ അബോഷൻസ് ഒക്കെ വരാനുള്ള അല്ലെങ്കിൽ പീരീഡ് ഈ മാസമുറ സംബന്ധിച്ച വയറുവേദന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ സർജറികൾ, കിഡ്നി സ്റ്റോണ്, ഗൾബാഡ സ്റ്റോൺ, അങ്ങനെയൊക്കെ പറയത്തില്ല, അങ്ങനെയുള്ള സ്റ്റോൺസ്, പിന്നെ ഹീമറോയിഡ്സ് എന്ന് പറയുന്നത്, പൈൽസ് പറഞ്ഞു ഒത്തിരി പ്രാവശ്യം. അതുപോലെ ഈ ക്രിമിനൽ ടെൻഡൻസീസ് ഒക്കെ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ളത്, അതുപോലെ ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അത് പിന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് അത് പറഞ്ഞല്ലോ, അതുമായിട്ട് സംബന്ധിച്ച് എല്ലാം തന്നെ നമുക്ക് എന്തെങ്കിലും മൂത്രച്ചൊഴിച്ചിൽ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഈ കുജനെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ള പരിഹാരങ്ങളും. ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവാതിരിക്കരുത്. ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളും കൂടെ ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുന്നത് ഡോക്ടർമാരാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. എന്നുകൊണ്ടോ അവർക്ക് അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അവർ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ ഈ ബ്രെയിൻ ഫീവർ ഇല്ലേ, അങ്ങനെയുള്ളത്, ടെറ്റനസ്, പിന്നെ നമുക്കിപ്പോൾ മുറിവുണ്ടാകുമ്പോഴേ ഇങ്ങനെ കുജനെ നോക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പറയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. പിന്നെ ഈ കുടൽ സംബന്ധമായ എല്ലാ അസുഖങ്ങളും, ഇമ്മ്യൂണിറ്റി സംബന്ധിച്ച അസുഖങ്ങളില്ല, ഇമ്മ്യൂണിറ്റി ഇല്ലാതെ വരുന്നത്, അങ്ങനെയൊക്കെയുള്ളത്, പിന്നെ ഹോർമോൺസിൻ്റെ ഇൻബാലൻസ്, പിന്നെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരിക, സ്കിന്നിൻ്റെ പണ്ടൊക്കെയുള്ള എല്ലാ റാഷസുകളൊക്കെ ഇല്ലേ, അത് ഇങ്ങനെ കുമ്പിള പോലെ പൊങ്ങി വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ പൊട്ടുന്നത്, ഇതെല്ലാം കുജനെ സംബന്ധിച്ച അസുഖങ്ങളായിരിക്കും കൂടുതലും. ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ, അതുപോലെയൊക്കെയുള്ള അസുഖങ്ങൾ, അതുപോലെ ഈ ഭക്ഷ്യവിഷബാധ അങ്ങനെയൊക്കത്തില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷ സംബന്ധമായിട്ട് ഉള്ള അസുഖങ്ങൾ, ചിലരുടെയൊക്കെ ഈ പിന്നെ എല്ലുകളൊക്കെ വളരെ വീക്കായിട്ട് അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരത്തില്ലേ, അത് കുജനുമായിട്ടും പിന്നെ നമ്മൾ ശനിയും കൂടെ നോക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ സൈന്യാധിപനായിട്ട് മാഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുജനെന്ന് പറയുന്നത് ഈ നമ്മുടെ സൗരയൂഥത്തിലെ സൈന്യാധിപനായിട്ട് അതിലെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഭയസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ കുജൻ വീക്കാണെന്നാണ് നമ്മൾ പറയേണ്ടത്. പണ്ടൊക്കെ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരേ കാര്യം തന്നെ. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് അതങ്ങ് തറവാവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എളുപ്പം പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ളവർ വളരെ കുറവാണ്. അവർക്ക് സമയം തന്നെ കാണത്തില്ല കേൾക്കാനായിട്ട്. അല്ലാതെ ഒരുപാട് പേരൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ പതുക്കെ നമുക്ക് പോകാൻ പറ്റും. ഇനി പ്രവചന വീഡിയോകളൊക്കെ കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് തന്നെ പഠിച്ചാലും നമുക്ക് കുറേയൊക്കെ ഗ്രഹസ്ഥിതികൾ മനസ്സിലാക്കാൻ പറ്റും. അത് വിഷസംബന്ധമായ അസുഖങ്ങളെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ എന്തെങ്കിലും മരുന്ന് മാറി കഴിക്കുക അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ഈ കുജനെയും കേതുവിനെയും ബന്ധപ്പെടുത്തി പറയാറുണ്ട്. കുജൻ്റെ അതേ സ്വഭാവമാണ് കേതുവിന്. കുറച്ചൊക്കെ ഉള്ളു, പകുതി ശനിയുടേതും കാണിക്കും കേതു. അത് നമുക്ക് പഠിച്ചു വരുമ്പോൾ മനസ്സിലാകും. പിന്നെ
പിന്നെ ഈ രക്തധമനികളൊക്കെ മുറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ, അത് ഏത് തരത്തിലുള്ള ബ്ലീഡിങ് ആയാലും ഈ കുജനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഫിസ്റ്റുല, പിന്നെയാണെങ്കിൽ ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഓരോരോ അസുഖങ്ങൾ വരത്തില്ലേ, അങ്ങനെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. അതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി കണ്ടെത്തുകയാണെങ്കിൽ അതെല്ലാം തടയാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കുജനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതാണ് കുജനെ തന്നെ ആദ്യം പറഞ്ഞത്. കുജനും കൊണ്ട് ഒരുപാട് ഇങ്ങനെയുള്ള രോഗങ്ങൾ തന്നെ അത് മനസ്സിലാക്കി വെച്ചെന്നാൽ ആ രോഗങ്ങൾ തടയാൻ പറ്റുന്നതും ആണ്. അതുപോലെ മലേറിയ, ടെറ്റനസ് ഒക്കെ പറഞ്ഞല്ലോ. പിന്നെ ഈ വിഷസംബന്ധമായ എല്ലാം തന്നെ. പിന്നെ ത്രോട്ട് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കുജനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തടയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പരിഹാരങ്ങളൊക്കെ പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കുജന്റെ ഈ എനർജി നമ്മുടെ ദേഹത്ത് കൂടിയിരുന്നാൽ, അതായത് കൂടുതൽ പേരും പറയുന്നത് ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ്. അപ്പോൾ ഈ കുജന്റെ ഇപ്പോൾ കർക്കിടകത്തിൽ കുജനെ കാണുമ്പോഴേ പറയും ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ. അന്നേരം നീചഭംഗം ഉണ്ടെങ്കിൽ ഈ എനർജി കൂടിയിട്ട് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ചുവന്ന കർച്ചീഫ് ഉണ്ടാകത്തില്ലേ, അത് കൈവച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ തലവേദനയൊക്കെ വരുമ്പോൾ അത് കൈവച്ച് നോക്കണം. അപ്പോൾ ഈ തലവേദന കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ആശ്വാസം നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിന്യൂ ചെയ്യാവും. അല്ലാതെ എവിടെയെങ്കിലും ഒരു പരിഹാരം കാണുമ്പോഴേ അത് എടുത്തിയാടി അങ്ങ് ചെയ്യരുത്. ഗുണത്തെക്കാളേറെ ചിലപ്പോൾ ദോഷങ്ങൾ സംഭവിക്കും. അങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഇല്ലേ, അതിൻ്റെ ആ കമൻസിലൊന്ന് നോക്കണം കൂടുതൽ പോസിറ്റീവ് ഉണ്ടോന്ന്. അത് PR വർക്കൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ വ്യൂസൊക്കെ കൂട്ടാനും അങ്ങനെ കമൻ്റ് ഇടാൻ തന്നെ ആൾക്കാരെ വെച്ചിട്ടുള്ളവരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസമൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോഴേ നിർത്തിയിരിക്കണം. അല്ലെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻസിലൊക്കെ പോകും. അത് ഹനുമാൻ ചാലിസയൊക്കെ ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതും കുജനെ ശാന്തി ചെയ്യാനുള്ള ഒരു മാർഗമാണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് കുജന് കൊടുത്തേക്കുന്ന ഇപ്പോൾ നമ്മുടെ പല ഫ്രൂട്ട്സിൻ്റെയൊക്കെ പേര്, ചുവന്ന കളറിലുള്ള ഫ്രൂട്ട്സ്, ചുവന്ന കളറിലുള്ള ഇലക്കറികൾ അങ്ങനെയൊക്കെ തിന്നുമ്പോൾ നല്ലതാണെന്ന് പറയാറുണ്ട്. അതുപോലെ പിന്നെ ഈ കുരങ്ങുകൾക്ക് പഴം കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ചൊവ്വാഴ്ച കുരങ്ങുകൾക്ക് പഴം കൊടുക്കുന്നത് നല്ലതാണ്. ചിലരൊക്കെ ഇങ്ങനെ കൊലകളായിട്ട് പോയി കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ, അതൊക്കെ ഈ കുജനെ ശാന്തി ചെയ്യാനാണ്. പിന്നെ ഈ കുജൻ്റെ യന്ത്രം എന്ന് പറഞ്ഞിങ്ങനെ ഈ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ളതുണ്ട്. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. പറഞ്ഞില്ലേ, എനർജി കൂടിയാലും കുഴപ്പമാണ്. പിന്നെ കുജൻ്റെ ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ കുജൻ്റെ കാരകത്വങ്ങളിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കിക്കോണം. അതുപോലെ ഒത്തിരി ക്ഷീണം തോന്നുന്നവർ, അല്ലെങ്കിൽ എപ്പോഴും വിശപ്പ് തോന്നുന്നവരൊക്കെ ശർക്കര തിന്നുന്നത് നല്ലതാണ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര തിന്നുന്നത് നല്ലതാണെന്ന് പറയും. പിന്നെ വേപ്പ് മരം വളർത്തുന്നത് നല്ലതാണെന്ന് പറയും. ചിലർക്ക് അത് വീടിൻ്റെ അടുക്ക് വേപ്പ് മരം വളർത്തുമ്പോൾ ചിലർക്കത് എതിരായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് റോഡിലൊക്കെ വേപ്പ് മരം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ അടുക്ക കുറച്ച് നേരം ചെന്നിരിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ സീതാറാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹനുമാൻ അപ്പൂപ്പനെയൊക്കെ പ്രസാദിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ ഹനുമാൻ അമ്പലത്തിൽ പോയി വെറ്റമാല അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം അമ്പലത്തിൽ വഴിപാട് ചെയ്തുകൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരികയില്ല. പക്ഷെ അർച്ചനകൾ പോലെയൊക്കെയുള്ളത് ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം ചെയ്യാൻ. പറഞ്ഞില്ലേ, എനർജി കൂടുകയാണെങ്കിൽ കുഴപ്പമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള അർച്ചനകൾ വേണം ചെയ്യാൻ. 3 തരത്തിലുള്ള വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ ദാനം നൽകാൻ പറയുന്നുണ്ട്. അതും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടേ ചെയ്യാവൂ. പിന്നെ മൺകുടത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. പിന്നെ തറയിൽ കിടക്കുന്നതായിരിക്കും ഇവർക്ക് നല്ലത്. വയ്യാതെ ഉള്ളവരൊക്കെ ഇങ്ങനെ തറയിൽ കിടന്നാൽ അതും പ്രശ്നമല്ലേ. ഇനി കോറൽ പോലെയൊക്കെയുള്ളത് ധരിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ വളരെ നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ ആ ടെസ്റ്റ് അതുപോലെ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. ചുമ്മാ നമ്മൾ പരിഹാരങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം വരും. ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നതും ചൊവ്വാഴ്ച ഉപവാസം ഇരിക്കുന്നതും ഒക്കെ നല്ലതാണെന്ന് പറയാറുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഉപവാസമൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും നോക്കാതെ സാധാ പോലെ ഹനുമാനപ്പൂപ്പനെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, ദേവിയെ പ്രാർത്ഥിക്കുക. എല്ലാത്തിലും ഊരി എല്ലാ ദോഷങ്ങളും കുറയ്ക്കുന്നതാണ് ശിവാരാധന. അങ്ങനെയൊക്കെ അമ്പലങ്ങളിലൊക്കെ ചൊവ്വാഴ്ചകളിൽ പോകുന്നതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ വളരെയധികം കുറയും. പിന്നെ കുജദോഷത്തിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ പരിഹാരങ്ങൾ പറയുന്നതായിരിക്കും. ഓം നമഃ ശിവായ.